അപ്പൊ നമുക്ക് ഇതിന്റെ എക്സസൈസ് സെക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് സർവാൻ ശ്ലോകാൻ സസ്വരം ഗായത. നമ്മൾ 6 ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 6 ശ്ലോകങ്ങൾ നിങ്ങൾ വായിക്കുക, അതായത് റെസിറ്റേറ്റ് ചെയ്യുക, അതാണ് ഈ എക്സസൈസ്. രണ്ടാമത്തെ യഥാ യോഗ്യ ശ്ലോകാംശാൻ മേലയത. ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച പോയമാണ്. അപ്പൊ ആ പോയം നമ്മൾ മാച്ച് ചെയ്യുക. ചില ലൈൻസ് ഇവിടെയുണ്ട്, അതിന്റെ ബാക്കി ലൈൻസ് ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് ഇവിടെ മാച്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ നോക്കാം. ധനധാന്യ പ്രയോഗേഷു. അതിന്റെ ബാക്കി എന്താ? വിദ്യായാഹ സംഗ്രഹേഷു ച. ധനധാന്യ പ്രയോഗേഷു വിദ്യായാ സംഗ്രഹേഷു ച. രണ്ടാമത്തെ വിസ്മയോ നഹി കർത്തവ്യഃ. അപ്പൊ ബാക്കി എന്തായിരിക്കും? വിസ്മയോ നഹി കർത്തവ്യോ ബഹുരത്ന വസുന്ധര. മൂന്നാമത്തെ സത്യേന ദാര്യതേ പൃഥ്വി. അപ്പോ കണ്ടിന്യൂവേഷൻ സത്യേന തപതേ രവിഹി. സദ്ഭിർ വിവാദം മൈത്രീം ച നാ സദ്ഭിഹി കിഞ്ചിദാചരേത്. ആഹാരേ വ്യവഹാരേ ച ത്യക്തലജ്ജഃ സുഖീ ഭവേത്. അപ്പൊ നമ്മൾ ഈ പോയംസ് ബൈഹാർട്ട് പഠിച്ചാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അടുത്ത എക്സസൈസ് ഏകപദേന ഉത്തരത. ഏകപദേന എന്ന് പറഞ്ഞാൽ 1 വേർഡ് ആൻസർ ചെയ്യുക, 1 വേർഡിൽ ആൻസർ ചെയ്യുക. പൃഥിവ്യാം കതി രത്നാനി. ഈ ഭൂമിയിൽ എത്ര രത്നങ്ങൾ ഉണ്ട്? നമ്മളത് ഫസ്റ്റ് പോയമിൽ പഠിച്ചിരുന്നു. ആൻസർ എന്താ? 3. പൃഥിവ്യാം 3 രത്നാനി. അടുത്തത് മൂഢൈഹി കുത്ര രത്നസജ്ഞാ വിധീയതേ. മൂഢൈഹി എന്ന് പറഞ്ഞാൽ എന്താ? ഫൂൾസ് എന്തൊക്കെയാണ് രത്നങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്? ആൻസർ പാഷാണ കണ്ടേഷു. കല്ലിൻ കഷ്ണങ്ങൾ, സ്റ്റോൺ പീസസ്. മൂന്നാമത്തെ പൃഥ്വി കേന ധാര്യതേ. രണ്ടാമത്തെ പോയമാണത്. പൃഥ്വി എന്താണ് ധരിക്കുന്നത്? എന്തിലൂടെയാണ് ധരിക്കുന്നത്? ആൻസർ സത്യേന. സത്യത്തിലൂടെയാണ് ഭൂമി ധരിക്കുന്നത്. നാലാമത്തെ കൈഹി സംഗതി കുർവീത. ആരുടെ ഒപ്പം വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ? ആൻസർ എന്താ? സദ്ഭിഹി. സദ്ഭിഹി സംഗതിം കുർവീത. നല്ല ആൾക്കാരുടെ ഒപ്പം വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. ലോകെ വശീകൃതി ക. ഈ ലോകത്തെ വശീകരിക്കുന്നത് എന്താണ്? ക്ഷമ. അടുത്തത് രേഖാങ്കിത പദാനി അധികൃത്യ പ്രശ്ന നിർമ്മാണം കുരുത. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞു. പക്ഷെ ഈ എക്സസൈസിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ വേർഡും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വേർഡിന്റെ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എഴുതണം. അപ്പൊ ആദ്യത്തെ സത്യേന വാദി വായുഹു. സത്യേന എന്ന് പറഞ്ഞ സത്യത്തിലൂടെ, വാദി വായുഹു എന്ന് പറഞ്ഞ എയർ ബ്ലോ ചെയ്യുന്നു. നമ്മുടെ ചുറ്റുമുള്ള എയർ ബ്ലോ ചെയ്യുന്നത് സത്യത്തിലൂടെയാണ്. അപ്പൊ സത്യേന എന്ന വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്ത് വരും? കേന. അടുത്തത് സദ്ഭിഹി ഏവ സഹാസീത. സദ്ഭിഹി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആൾക്കാർ, നല്ല ആൾക്കാരുടെ ഒപ്പം ഇരിക്കണം. സഹാസീത ഇരിക്കണം. അപ്പൊ ആരുടെ കൂടെ എന്ന് ചോദിക്കാൻ സദ്ഭിഹി, അതായത് കൈഹി. വസുന്ധര ബഹുരത്ന ഭവതി. വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി, ബഹുരത്ന എന്ന് പറഞ്ഞാൽ കുറെ രത്നങ്ങൾ ഉള്ളതാണ്. അപ്പൊ വസുന്ധരയുടെ ക്വസ്റ്റ്യൻ വേർഡ് കാ. വസുന്ധര എന്ന് പറഞ്ഞ സ്ത്രീലിംഗ ശബ്ദം, അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് കാ. അടുത്തത് വിദ്യായാഹ സംഗ്രഹേഷു ത്യക്തലജ്ജ സുഖീഭവൻ. വിദ്യ പഠിക്കുന്നതിന് ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല. വിദ്യായാഹ അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കസ്യാഹ. അഞ്ചാമത്തെ സദ്ഭിഹി മൈത്രീം കുർവിത. നല്ല ആൾക്കാരുടെ ഒപ്പം വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. അപ്പോ മൈത്രീം ആ വാക്കിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്ത് വരും? കിം. മൈത്രി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് കിം. അപ്പൊ അഞ്ചാമത്തെ എക്സസൈസ് നോക്കാം. പ്രശ്നാനാം ഉത്തരാണി ലിഖത. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ ഫുൾ സെന്റൻസിൽ എഴുതണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. കുത്ര വിസ്മയഃ ന കർത്തവ്യഃ. എവിടെയാണ് വിസ്മയിക്കാൻ പാടില്ലാത്തത്? എന്ത് കാര്യത്തിലാണ് വിസ്മയിക്കാൻ പാടില്ലാത്തത്? നമ്മൾ ഇത് 3ാമത്തെ പോയത്തിലാണ് പഠിച്ചത്. അപ്പൊ 3ാമത്തെ പോയ എന്താ പറയണേ? ധാന്യത്തിലൂടെ, ധനം യൂസ് ചെയ്യുന്നതിലൂടെ അവിടെയാണ് വിസ്മയിക്കാൻ പാടില്ലാത്തതെന്നല്ലേ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതണേന്ന് നോക്കാം. അപ്പൊ 3ാമത്തെ പോയാണ് ഈ ക്വസ്റ്റ്യൻ. ദാനേ തപസി ശൗര്യേ വിജ്ഞാനേ വിനയേ നയേ ച വിസ്മയഃ ന കർത്തവ്യഃ. ദാനം ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ തപസ് പെനൻസിലൂടെ, അല്ലെങ്കിൽ ശൗര്യം കറേജ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ്, വിനയം എന്ന് പറഞ്ഞാൽ പൊളൈറ്റ്നെസ്,
നയെന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. അപ്പൊ ആ കാര്യങ്ങൾക്ക് വിസ്മയിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇതൊക്കെ ഭൂമിയുടെ കുറെ ജുവൽസ് ആണ്, അത് വിസ്മയിക്കേണ്ട എന്നാണ് ആൻസർ. മൂന്നാമത്തെ പോയം. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ, പൃഥിവ്യാം ത്രീണി രത്നാനി കാനി. ഈ ഭൂമിയിലുള്ള 3 രത്നങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയം. അപ്പൊ ആൻസർ എങ്ങനെ എഴുതാ? പൃഥിവ്യാം ത്രീണി രത്നാനി ജലമന്നം സുഭാഷിതം ച സന്ധി. ഭൂമിയിലുള്ള 3 രത്നങ്ങള് ജലം, അന്നം. ജലം എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം. അന്നം എന്ന് പറഞ്ഞാൽ ഫുഡ്. സുഭാഷിതം എന്ന് പറഞ്ഞാൽ ഗുഡ് വേർഡ്സ്. അപ്പൊ ഭൂമിയിലെ 3 രത്നങ്ങൾ ഏതൊക്കെയാണ്? ജലം, അന്നം, സുഭാഷിതം. അപ്പൊ ഇങ്ങനെ സെന്റൻസ് ആയിട്ട് ആൻസർ എഴുതണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ത്യക്തലജ്ജഃ കുത്ര സുഖീ ഭവേത്. എവിടെയാണ് നമ്മൾ ലജ്ജിക്കാൻ പാടില്ലാത്തത്? അത് 5ാമത്തെ പോയമാണ്. അപ്പൊ ആൻസർ എങ്ങനെ എഴുതാം? ധനധാന്യ പ്രയോഗേഷു വിദ്യായ സംഗ്രഹേഷു ച ആഹാരേ വ്യവഹാരേ ച ത്യക്തലജ്ജ സുഖീ ഭവേത്. ധനം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ധാന്യം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ വിദ്യ കളക്ട് ചെയ്യുമ്പോ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം, നമ്മുടെ ഫുഡ്, വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി, ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരിക്കലും ലജ്ജ കാണിക്കാണ്ട് ചെയ്യുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഇതിന്റെ ആൻസർ. അടുത്ത എക്സസൈസ്, മഞ്ജുഷാദഹ പദാനി ചിത്വ ലിംഗാനുസാരം ലിഖത. ഇവിടെ കുറെ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് പുല്ലിംഗം ഉണ്ട്, സ്ത്രീലിംഗം ഉണ്ട്, നപുംസകലിംഗം ഉണ്ട്. പുല്ലിംഗം എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ജെൻഡർ, സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ജെൻഡർ, നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ജെൻഡർ. അപ്പോ നമ്മൾ ഈ വേർഡ്സ് നോക്കിയിട്ട് ഇതെന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഏതൊക്കെയാണ് എന്ന്. അപ്പോ രത്നാനി എന്ന് പറഞ്ഞ വാക്ക്, രത്നം എന്നാണ് അർത്ഥം. അപ്പൊ മ എന്ന് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നപുംസകലിംഗത്തിലായിരിക്കും. രത്നം അതിന്റെ പ്ലൂറൽ ആണ് രത്നാനി. അപ്പോ രത്നാനി നപുംസകലിംഗമായിട്ട് വരും. അടുത്തത് വസുന്ധര. വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി. ആ എന്ന് എൻഡ് ചെയ്യുന്ന വാക്ക് എപ്പോഴും സ്ത്രീലിംഗമായിരിക്കും, വസുന്ധര. അപ്പൊ സ്ത്രീലിംഗം. അടുത്തത് സത്യേന. സത്യം എന്ന വാക്കാണ് സത്യേന അതിന്റെ. അടുത്തത് സുഖി. സുഖി എന്ന് പറഞ്ഞ വാക്ക് പുല്ലിംഗമാണ്. അടുത്തത് അന്നം. അന്നം എന്ന് പറഞ്ഞ ഫുഡ്. അപ്പൊ അന്നം മ എന്ന് എൻഡ് ചെയ്യുന്നത് നപുംസകലിംഗം. അടുത്തത് വഹ്നിഹി. ഇങ്ങനെ പുല്ലിംഗമാണ് അഹ എന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോ വഹ്നിഹി പുല്ലിംഗം. രവിഹി സൺ. അഹ എന്ന് എൻഡ് ചെയ്യുന്നത് പുല്ലിംഗം ആയതുകൊണ്ട് രവിഹി പുല്ലിംഗം. അടുത്തത് പൃഥ്വി. ഭൂമി എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്, വസുന്ധര. പൃഥ്വി എന്ന് പറഞ്ഞാലും സ്ത്രീലിംഗം. അപ്പൊ പൃഥ്വി സ്ത്രീലിംഗം. അടുത്തത് സംഗതിം. സംഗതിം എന്ന് പറഞ്ഞത് സ്ത്രീലിംഗം. ലാസ്റ്റ് വൺ, അധോലിഖിത പദേഷു ധാതവഹ കെ സന്ധി. ഇവിടെ തന്നേക്കണ കുറെ വേർഡ്സ് ഉണ്ട്. അതിനെ റൂട്ട് എന്താണ്? ധാതവഹ എന്ന് പറഞ്ഞ റൂട്ട്. അപ്പോ കരോതി. കരോതി എന്ന ആക്ടിവിറ്റിയുടെ റൂട്ട് എന്താ? കൃ. പശ്യ. പശ്യ എന്ന് പറഞ്ഞാൽ കാണുന്നു. കരോതി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നു. അപ്പോ പശ്യ എന്നതിന്റെ റൂട്ട് തൃശ്. അടുത്തത് ഭവേത്. ഭവിക്കുന്നു, സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ ധാതു ഭൂ. അടുത്തത് തിഷ്ഠതി. തിഷ്ഠതി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു. അതിന്റെ റൂട്ട് വേർഡ് സ്ഥ എന്നാണ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറെ പോയംസ് പഠിച്ചു. ആ പോയംസിന്റെ എക്സസൈസും നമ്മൾ നോക്കി. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ധന്യവാദം.